ഹായ്. നമുക്ക് മഴക്കാലത്ത് സ്കോർപിയനിൽ ഒരു ചെറിയൊരു റൂട്ട് പോയാലോ? വേറെ ഒന്നുമില്ല, നമ്മൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് തന്നെ കുറച്ചായിട്ടുള്ള ചെറിയ ചെറിയ പാർക്കുകളും ചെറിയ ബീച്ചുകളായിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിന്ന് വീഡിയോ ചെയ്യാൻ പോണത്. ഈ സ്കോർപിയനിൽ തന്നെ ഈ മഴക്കാലത്ത് നമുക്ക് പ്രത്യേക ഒരു ഇതിനകത്ത് സഞ്ചരിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ആക്കുളം കായലിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അതിപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് മഴയാണ്. മഴ പിടിച്ച് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ചെളിയായി കിടക്കുകയാണ്. അതായത് വീഡിയോയിൽ കണ്ടോ, ചെളിയായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി ഒരു സൈഡിൽ ചെറുതായിട്ട് ഒതുക്കിയിട്ടൊക്കെയാണ്. അങ്ങോട്ട് ബാക്കോട്ട് ഒതുക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് വെള്ളം കയറി കിടക്കുകയാണ്. അപ്പം മഴ സമയത്ത് നമുക്ക് കായലൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറി നിറഞ്ഞ് കിടക്കുകയാണ്. അതിന് നല്ല ഒഴുക്കുമുണ്ട് കായൽ, ആക്കുളം കായൽ നല്ല ഒഴുക്കുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് തിരക്കാവും, കാരണം ഇവിടെ നേവിയുടെ ചെറിയൊരു ടൂറിസ്റ്റ് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഉച്ച കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് തിരക്കാമെന്ന് തോന്നുന്നു. എല്ലാവരും റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മഴ സമയത്തുള്ള കായലും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കോർപിയോ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണേ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് വെള്ളം കയറി കിടക്കുകയാണ്. അപ്പം ഇവിടെ വരുന്നവർ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതാണ് നല്ലത്, കാരണം ചെളിയിൽ പൊതിഞ്ഞു പോയാൽ പിന്നെ വണ്ടി കയറി വരാൻ പാടായിരിക്കും. വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും നോക്കിക്കോണം, നല്ല ചെളിയുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ കാണുന്നതാണ് കായൽ. ഇതാണ് കായൽ. ഇപ്പോൾ കായൽ ഒഴുകുന്നുണ്ടോ, നല്ല ഒഴുക്കുണ്ടോ, വെള്ളം കയറി, മഴ പെയ്തും വെള്ളം കയറി നിറഞ്ഞു കിടക്കുകയാണ്, നല്ല ഒഴുക്കുണ്ട്. ഇതാണ് ശരിക്കും ആക്കുളം കായലിൻ്റെ ചെറിയൊരു പാർക്കിങ്ങാണിത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കും. ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ. ഇവിടെയൊന്നും വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല, കാരണം എന്താണോ സർക്കാർ ഇങ്ങനെ ഇട്ടിക്കണമെന്ന് എനിക്കറിയില്ല. വൃത്തിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കായൽ വെള്ളം ഒഴുകുന്നതുണ്ടോ, നല്ല സ്പീഡിന് നല്ല ഒഴുക്കാണുള്ളത് കേട്ടോ. മേലൊഴുക്കുമുണ്ട്, അടി ഒഴുക്കുമുണ്ട്. അതുകൊണ്ട് ആ പായലൊക്കെ ഒഴുകി പോണ കണ്ട. പായലൊക്കെ നല്ല സ്പീഡിൽ ഒഴുകിപ്പോയത്. അപ്പം നല്ല ഒഴുക്കുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്കിവിടെ നിന്നും കൊണ്ടേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല ചെളിയാണ്, കട്ട ചെളിയാണ്. ചെറിയൊരു വീഡിയോ ആണത്. ഇത് കായലിൻ്റെ ബാക്ക് സൈഡാണ്. കാണുന്നതൊക്കെ കായലിൻ്റെ ബാക്ക് സൈഡാണ്. കായൽ കിടക്കുന്നത്, നമ്മൾ ഇങ്ങോട്ടാണ് കായൽ പോകുന്നത്. ഈ സൈഡ് വഴിയാണ് കായൽ ഫ്രണ്ടിലോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകും തോറും നല്ല വീതി കൂടി വരും. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളു ചെറിയ കാഴ്ചയാണ്. ഇവിടെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. എല്ലാം വെള്ളം കയറി, മഴ പെയ്ത് വെള്ളം കയറി നിറഞ്ഞു കിടക്കുകയാണ്. ഇനി നമുക്ക് കഴക്കൂട്ടത്തോട്ട് പോകാം. കഴക്കൂട്ടത്ത് ആ മേൽപ്പാലം വഴിയൊന്ന് നമ്മളെ സ്കോർപിയനിലൊന്ന് പോയി ഒന്ന് നോക്കാം എങ്ങനെയാണ്. അടുത്ത വലിയൊരു പാലമാണ് അവിടെ പണിയിരിക്കുന്നത്. അപ്പം കഴക്കൂട്ടത്ത് പോയിട്ട് നമുക്ക് തിരിച്ച് നേരെ കഴക്കൂട്ടം, ശംഖുമുഖം ബീച്ച്, പിന്നെ അത് കഴിഞ്ഞ് കോവളം, പിന്നെ കോവളത്ത് 2 ബീച്ച്, പിന്നെ വിഴിഞ്ഞം. ഇതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ. നമുക്കിവിടേക്ക് ഒന്ന് പോയി നോക്കാം, മഴക്കാലത്ത് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പം നമ്മളെ സാരഥിയിൽ പോവാം. ഓക്കെ, ഇതാണ് നമ്മളുടെ മറ്റേ നേവി നടത്തുന്ന ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ്. ഇതിനകത്ത് ചെറിയ കുട്ടികൾക്കുള്ള ചെറിയ പാർക്കും പിന്നെ മ്യൂസിയം, പിന്നെ ചെറിയ ടൂറിസ്റ്റ് മ്യൂസിയം പോലെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വിശദമായിട്ട് അടുത്ത ദിവസങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു സെറ്റപ്പ് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹരിത വിനോദ സഞ്ചാര കേന്ദ്രം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, തിരുവനന്തപുരം നഗരസഭയുടെ.
ആക്ലറ്റ് ടൂറിസ്റ്റ് വില്ലേജ്. ഇതിനകത്താണ് സംഭവം. അപ്പോൾ ഇതിപ്പം രാവിലെ ഇവിടെ ഓപ്പണിംഗ് ആയിട്ടുണ്ട്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ ഉള്ളൂ കേട്ടോ. 8 മണി വരെ ഇവിടെ 7 മണി വൈകിട്ട് 7 മണി വരെ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് വന്നാൽ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ കഴക്കൂട്ടം ബൈപ്പാസ് പാലം. അപ്പോൾ ഇത് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കയറണം. ഇവിടുന്ന് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കട്ട് ചെയ്ത് കയറണം. ഇത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. റോഡ് പണിയൊക്കെ കഴിയുമ്പോൾ സൂപ്പറായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മളെ കഴക്കൂട്ടം ബൈപ്പാസ് പാലം. അപ്പം ഇവിടുന്ന് നമുക്ക് റോഡ് സൈഡിൽ തന്നെ നമുക്കുള്ള റോഡ് സൈഡിൽ ഉള്ള കെട്ടിടങ്ങൾ കാണാം. നമുക്ക് പഴയ കഴക്കൂട്ടാണ് നമ്മൾ പറയുകയില്ല. കഴക്കൂട്ടം ആകെപ്പാട് മാറിപ്പോയി. ദോ കാണുന്ന ബിൽഡിംഗ് എന്നൊക്കെ ടെക്നോ പാർക്കിൻ്റെ ബിൽഡിങ്ങാണ്. നമുക്ക് റോഡ് സൈഡിൽ നിന്നും കൊണ്ട് ഇപ്പം കാണാൻ പറ്റത്തുള്ളൂ. ദോ കാണുന്ന വലിയ ബിൽഡിംഗ് എന്നൊക്കെ ടെക്നോ പാർക്കിൻ്റെ ബിൽഡിങ്ങാണ്. അപ്പോൾ ഇത് ടെക്നോ പാർക്കിൻ്റെ ബിൽഡിങ്ങാണ്. ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ടെക്നോ പാർക്കിൻ്റെയാണ്. അതിന് ഇവിടെ ഒരുപാട് IT കമ്പനികളുണ്ട്. ഒരുപാട് IT കമ്പനികളുടെ ബിൽഡിങ്ങുണ്ട് ഇവിടെ. നല്ല സുഖമായിട്ട് നമുക്ക് പോയി വരാം. ഇപ്പം ഇത്തിരി മഴ കുറഞ്ഞ് നിൽപ്പുണ്ട്. മഴ പെയ്തിരുന്നെങ്കിൽ കുറച്ച് രസമായിരുന്നു. ഇതാണ് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെയൊക്കെ കെട്ടിടങ്ങൾ. ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പഴയ കഴക്കൂട്ടമല്ല. ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് ചെറിയൊരു ഗൾഫ് പോലെയൊക്കെ നമുക്ക് തോന്നാം. എന്നുവെച്ചാൽ ആ ഒരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പഴയ കഴക്കൂട്ടവും ഇപ്പോഴത്തെ കഴക്കൂട്ടവും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പല കമ്പനികളുടെ വലിയ ഗംഭീരം കെട്ടിടങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനൊക്കെ തന്നെ നമ്മൾ ഈ വഴി പോകുമ്പോൾ തന്നെ ഒരുപാട് കമ്പനിയുടെ കാറുകളുടെ ഒരുപാട് ഷോറൂം. ബെൻസിൻ്റെ ഉണ്ട്, BMW ഉണ്ട്, പിന്നെ ടയോട്ടയുണ്ട്, പിന്നെ ഹുണ്ടായിയുടെ ഉണ്ട്, മാരുതിയുണ്ട്, ടാറ്റയുണ്ട്, കിയയുണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികൾ നമ്മൾ ഈ കഴക്കൂട്ടം ലാൻഡ് ചെയ്ത് ഒരുപാട് കമ്പനികളുണ്ട്. സിഗ്നലായി നിർത്താം നമുക്ക്. എന്തായാലും കഴക്കൂട്ടത്തിൻ്റെ മാറ്റം പറയാതിരിക്കാൻ വയ്യ. കഴക്കൂട്ടത്തിൻ്റെ മാറ്റമല്ല, നമ്മൾ ട്രിവാൻഡ്രം സിറ്റി മൊത്തം മാറാൻ പോവുകയാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നല്ലത്. കാരണം വിഴിഞ്ഞം ഫോർട്ടും കൂടെ വന്നതുകൊണ്ട് കുറേ കൂടെ വികസനം ട്രിവാൻഡ്രത്ത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ഇപ്പോൾ ഉള്ള വികസനം നമ്മൾ കഴക്കൂട്ടത്തു നിന്ന് നമുക്കൊന്ന് നമ്മളെ വിഴിഞ്ഞം വരെ ഒന്ന് പോയി നോക്കാം. എങ്ങനെയാണ് നമ്മളുടെ പഴയ കഴക്കൂട്ടം, പഴയ വിഴിഞ്ഞും ഇപ്പോഴത്തെ വിഴിഞ്ഞും
പിന്നെ ഇപ്പോഴത്തെ കഴക്കൂട്ടം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റും പഴയ കഴക്കൂട്ടം ഇവിടുന്ന് പോകുന്ന വിഴിഞ്ഞത്തോട്ടുള്ള വികസനമൊക്കെ എങ്ങനെയായിരുന്നുള്ള പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് മാറ്റം എന്ന് വെച്ചാൽ അന്ന് പണ്ട് ചെറിയ റോഡായിരുന്നു, ഇപ്പോഴെന്ന് പറഞ്ഞാൽ 4 വരി പത റോഡാണ്. കിടിലം റോഡിൻ്റെ രണ്ട് സൈഡിലും പല പല കമ്പനികളും പല പല ഫ്ലാറ്റുകളും പിന്നെ ടെക്നോ പാർക്ക് പോലത്തെ വലിയ സിറ്റികൾ, പിന്നെ ഇനി ഒരുപാട് IT മേഖലകൾ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വരട്ടെ, IT മേഖലയൊക്കെ വരട്ടെ, ഒരുപാട് വികസനം ഇവിടെ വരട്ടെ. നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് അത് സന്തോഷിക്കാം. പ്രത്യേകിച്ചും നമ്മൾ ഇപ്പം ഞാനിപ്പം യാത്ര ചെയ്യുന്ന മഹേന്ദ്ര സ്കോർപിയോ എന്നിലാണ്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യാൻ നല്ലൊരു സുഖമാണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇത് ബേസ് മോഡൽ വണ്ടിയാണ്, Z2 ആണ്. അപ്പോൾ ഇതിൻ്റെ AC ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ AC ഒക്കെ നമുക്ക് തണുപ്പ് കൂട്ടണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ കൂട്ടാം. അപ്പം ഇതാണ് നമ്മളുടെ AC മാനുവലാണത്. അപ്പം ഇത് ഫാനിൻ്റെ സ്വിച്ചാണ്. ഇത് നമുക്ക് തണുപ്പ് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം എല്ലാം നമുക്ക് ചെയ്യാം. അത് കണക്കിന് AC ഇതിലും നമുക്ക് തണുപ്പ് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം. കാരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തണുപ്പ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതെന്തായാലും എനിക്ക് നല്ലൊരു ഫങ്ഷനായിട്ട് തോന്നണം. കാരണം എനിക്ക് വേറൊരു വണ്ടിയിൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. അപ്പോൾ അത് തണുപ്പ് കൂട്ടാനനുസരിച്ച് നമുക്ക് കുറയ്ക്കാം. പക്ഷേ ഇത് നമുക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വിശേഷങ്ങൾ. നമുക്ക് റോഡിലോട്ട് തന്നെ പോവാം. ഓക്കെ, നമുക്ക് പുറപ്പെടാം. എൻ്റെ AC നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊന്നും ഇട്ടേ ഉള്ളൂ, AC ഒക്കെ ഒന്നിലേ വെച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഫാനും ഒന്നിലേ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. ഈ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ മരം വെച്ച് പിടിപ്പിച്ചിങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. കാരണം തണലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കേരളമാണോ ട്രിവാൻഡ്രമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കണക്കിലുള്ളൊരു വികസനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്യൊരാൾക്കൊരു ഗൾഫായിട്ടൊക്കെ തോന്നാം. കൂടുതൽ SFSൻ്റെ ഫ്ലാറ്റും പിന്നെ കീരിയുടെ ഫ്ലാറ്റ് അങ്ങനെയുള്ള ഒരുപാട് കമ്പനിയുടെ ഫ്ലാറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മാറിയാണ് നമ്മൾ ലുലു മാൾ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞ അടുത്ത ലുലു മാളെത്തി. വണ്ടികളൊക്കെ സൈഡിൽ കൂടെ വന്ന് കയറുന്നത് റോങ്ങായിട്ടാണ് വന്ന് കയറുന്നത്. വലിയ പനമരങ്ങൾ നിൽക്കുന്ന പോലെയാണ് ഈ ഒരു വൃക്ഷം നിൽക്കുന്നത്. എങ്ങനെയുണ്ട് മച്ചാന്മാരെ? അടിപൊളി തന്നെയല്ലേ? നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി കഴക്കൂട്ടൊക്കെ നല്ലൊരു വികസനം തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് അതൊരു അഭിമാനം തന്നെയാണ്. ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഈ ആക്കുളത്തുനിന്ന് വന്ന് കയറുന്ന റോഡ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്.